ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ പണിക്കൊക്കെ പോയി വന്നതാട്ടോ. അതിന് ശേഷമുള്ളൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇനി ഇവിടെ ഒരുപാട് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവൾക്കുള്ള എല്ലാം ഒരുക്കി വെച്ച് കൊടുത്തതിൻ്റെ ശേഷം വീട്ടിലേക്ക് പോന്ന് ഇനി വീട്ടിലെത്തി ബാക്കി പണികളൊക്കെ ചെയ്യാണ്ട് ഇനി വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് വീട്ടിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കർണാടകയിൽ കല്യാണത്തിനൊക്കെ പോയി വന്നതിൻ്റെ ശേഷം അവിടുത്തെ വീഡിയോ മാത്രമാണ് 2-3 ദിവസമായിട്ട് ഇട്ടത്. പിന്നെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല. കാരണം വീഡിയോ ഒന്നും എടുക്കാൻ സത്യത്തിൽ വയ്യ കേട്ടോ. ക്ഷീണം കൊണ്ട് വയ്യാന്ന് പറഞ്ഞാൽ യാത്രകളൊക്കെ ചെയ്തിട്ടേ എനിക്ക് ചെറുതായിട്ട് പനി, ചുമ, പിന്നെന്താ പറയുക, ഉറക്കക്ഷീണം മാറാത്ത പോലെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ കാരണം വീഡിയോ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പണിക്ക് പോണ വീട്ടിലെ വീഡിയോസുകളൊക്കെ അല്ലേ ഇടൽ. പക്ഷെ അതിനൊന്നും എടുക്കാനുള്ള ഒരു മൂഡേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലെ കുഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ കർണാടകയിലെ കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട നമ്മളെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കല്യാണ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി കാണണം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ നാടൊക്കെ ഒന്ന് കാണാമല്ലോ അല്ലേ. ഞാനും ആദ്യമായിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും ഇടാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയപ്പം പിന്നെ ഇനി നാട്ടിലുള്ള വീഡിയോസുകൾ തന്നെ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് കാണണം, നമ്മളെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നേരെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അതാ ഞാൻ വീട്ടിലെത്തിയപ്പം രാവിലെ ഉണ്ടാക്കിയ കുറച്ച് ചോറേ ഉള്ളൂ ഇനി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വൈകുന്നേരത്തേക്കുള്ള പരിപാടി വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയിലാണേ. ചോറിനൊക്കെ വെള്ളം വെച്ച് നല്ല ഉഷാറായിട്ട് കത്തിച്ച് കൊടുക്കണം. ഇനിയിപ്പം ആ ചോറൊന്നായിട്ട് കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. ഞാൻ പണിക്ക് പോയി കൊടുത്തുനിന്ന് കൊണ്ടുവന്ന ഒരു കർമൂസയാണ് കേട്ടോ. അവിടെ ഉണ്ടായതാണ്, ഒരുപാടുണ്ട്. അപ്പം ചേച്ചി ഇന്നൊന്ന് പറിച്ച് തന്നതാണേ. അപ്പം ഇന്ന് വൈകുന്നേരത്തേക്കല്ല, രാത്രിക്ക് ഇത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഉപ്പുമാവ് എന്നാണ് പറയണേ. ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മീൻ പിന്നെ കിട്ടണം. അപ്പം അത് അനീഷേട്ടൻ പോയി വൈകുന്നേരം വാങ്ങിക്കൊണ്ടുവരും. അപ്പം അനീഷേട്ടൻ പണിയില്ലാതെ ഇവിടെ ഉണ്ട് ആൾ. പണിയില്ല, പോയപ്പോൾ ഇന്നെന്തോ അവിടെ പണിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വന്നണം. അപ്പോൾ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അനീഷേട്ടൻ ഇവിടെ ഉണ്ട് എന്തുതന്നെയായാലും. അപ്പം ഇനി മീനൊക്കെ വാങ്ങാൻ വൈകുന്നേരത്തിന് പോകും. അപ്പോഴേക്കും നമ്മളെ കുറച്ച് പണികളൊക്കെ ഒന്ന് കഴിച്ച് വെക്കാണ്ട് കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. നന്ദുമോൾ ഉണ്ടേനി ഇവിടെ. നന്ദുമോൾ കുറച്ച് പണികളൊക്കെ കഴിച്ച് വെച്ചതിന് ശേഷം സ്കൂളിലേക്കൊന്ന് പോയിന്. ഓളെ ഫ്രണ്ടിൻ്റെ കൂടെ എന്തോ ഫോമും കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിന്. അപ്പം ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായാലും എല്ലാവരും അറിഞ്ഞിട്ടില്ലേ. അപ്പം അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതാണ്. വിറകെടുത്ത് വെക്കണതിൻ്റെ ഇടയിൽ വിറകൊന്ന് താഴെ വീണു, അതൊന്ന് എടുത്ത് വെക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളെ ചോറിൻ്റെ തീ സ്പീഡിൽ കത്തൂല. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പം ഇതിന് ഇനിയിപ്പോൾ എപ്പോഴാണ് ആവുക എന്താ ഒന്നും അറിയില്ല കേട്ടോ. സത്യമായിട്ട് വിശപ്പൊക്കെ തുടങ്ങിയത് ഉള്ള ചോറ് മക്കളൊക്കെ തിന്നോണ്ടേ. ഇനി ഇതായിട്ട് വേണം എനിക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ വേഗത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ നോക്കട്ടെ കേട്ടോ. അതിന് ഉപ്പേരിക്കുള്ളതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ റോക്കിമോൻ കൂട്ടിൽ അടിപൊളിയായിട്ട് എന്നെ നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ അടുക്കളയിലുണ്ടെങ്കിൽ പിന്നെ ആൾക്കിതാണ്, എന്നെ അടുക്കളയിലേക്ക് നോക്കി അങ്ങനെ കിടക്കും കേട്ടോ. പാവാണ്. കൂട് അടുക്കളേൻ്റെ ഭാഗത്ത് തന്നെ ആയതുകൊണ്ടേ ഓനെ എപ്പോഴും അടുക്കളയിലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂട് ഇങ്ങനെ വെച്ചത് തന്നെ. സത്യം പറയുക, രാവിലെ നമ്മൾ ഉറങ്ങി നീച്ച് വന്ന് വാതിൽ പറഞ്ഞാൽ അപ്പോൾ ഓണിച്ച് നോക്കിയിരിക്കും. ആ നോക്കിയിരുത്തം പിന്നെ ഞങ്ങൾ അടുക്കളയിലുണ്ടോ ആ സമയം വരെ നോക്കിയിരിക്കും. ലേശം ഉറങ്ങിക്കേട്ടോ മോനെ, ലേശം ഉറങ്ങിക്കോ. കിടക്കാനുള്ള സമയമൊക്കെ അതിന് ആൾക്ക് ഉച്ചത്തെ ഉറക്കമൊക്കെ ഉണ്ട്. ഹലോ, നമ്മൾ കർമൂസയൊന്ന് ചെത്തട്ടെ കേട്ടോ. അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം. പക്ഷെ ഇത് നല്ല മൂത്തതാണെന്ന് തോന്നുന്നുണ്ട്, നല്ല മഞ്ഞ കളറായി. ഇത് ഉപ്പേരി ഉണ്ടാക്കിയാൽ എന്താവും പാട് എന്നും അറിയില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം അല്ലേ. നല്ല ഒന്ന് ചെത്തിയെടുക്കട്ടെ കേട്ടോ. അത് ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചു തുടങ്ങി. ഒന്ന് അരിയിടണം എന്താ ചെയ്യാ. ഇത് ചെത്തി കഴിഞ്ഞിട്ട് എടുക്കാം അല്ലേ. മുറിച്ച് കഴിഞ്ഞിട്ട് അരിട്ടോ. അതുവരെ തിളച്ച് പോവില്ലേ. അതുവരെ തിളച്ചിങ്ങനെ പറിച്ച് കളിക്കും. എന്നാലും തോലൊന്ന് ചെത്തിയേക്കാം, എന്നിട്ട് അരിയിടാം.
ഇത്ര സ്പീഡിൽ വെള്ളം തിളച്ച് വയ്ക്കുക. വെള്ളം തീ എത്തിച്ചു കൊടുത്തിട്ടാ ഞാൻ. രാവിലെ അടുപ്പത്ത് നല്ല കണലുണ്ടല്ലോ അല്ല, ആ വെള്ളം അവിടെ കിടന്നിട്ട് നല്ലോണം തിളച്ച് സെറ്റായത് കേട്ടോ. നമുക്ക് വേഗം അരി ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ വേഗം തോലിരുത്തണം. ഇതിൽ വല്ലാതെ കുരുവൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ചെത്തുമ്പോൾ അങ്ങനെ കുരുവൊന്നും ഉണ്ടാവലില്ല. ഇതിലെന്താ അവസ്ഥ എന്ന് അറിയില്ല, നോക്കണം. ആദ്യം ഇങ്ങനെ നടു ഇതാക്കി നോക്കാം അല്ലേ, സമാധാനത്തിന്. ഞാനിങ്ങനെ അവിടെ നിന്ന് ഒരു മാങ്ങ മുറിച്ചിട്ട്, ഇങ്ങനെ ഒരു കട്ടിയുള്ള നല്ലൊരു മാങ്ങ കേട്ടോ അവിടെ. ആ മാങ്ങ ഇങ്ങനെ മുറിച്ചിട്ട് കത്തി പൊട്ടി, ഇങ്ങനത്തെ ഒരു കത്തി. അപ്പൊ സംഭവം അതിന് കുരുവില്ല. പക്ഷെ എന്തെന്നെയായാലും ഇപ്പൊ അങ്ങനെ അമർത്തുമ്പോൾ എന്നിട്ട് ഇപ്പൊ ഒരു പേടി പോലെ. സംഭവം സെറ്റാട്ടോ. കുരു എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പൊ ഇതിനി മുളയ്ക്കാൻ വേണ്ടിയിട്ട് എവിടുന്ന് കുരു എടുക്കും? ചിലതിന് നല്ല കുരുണ്ട്, ചിലതിൽ കുരു ഇല്ല. അപ്പൊ ഇതൊന്ന് കഴുകിയിടട്ടെ. ഞാൻ അരി ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പല്ലേ കൂട്ടുകാരെ, ഞാൻ ഒന്ന് പുറത്തേക്ക് വന്നത് കേട്ടാ. അപ്പോൾ അതാ ഒരു പൂച്ചക്കുട്ടി ഇവിടെ കിടന്നതിനോട് ചോറ് ചോദിക്കാനുണ്ട് പറയുന്നുണ്ട്. എന്നതാ നമ്മളെ റോക്കിമോൻ അതാ അവിടെ കിടക്കണത്. കുട്ടുന്ന് നോക്കി ഇങ്ങനെ കിടക്കുകയാണ് എന്നെ. റോക്കിമോനെ, റോക്കി ഇവിടെ വാ. എന്നെ ഇങ്ങനെ നോക്കണോ അവിടെ നിന്നിട്ടേ? ഓക്കേ പാപ്പ കാണേണ്ട ഇപ്പം ഈ വിളിയൊന്നും വേണ്ട. പപ്പൂന്ന് വെച്ചാൽ അവിടെ എത്തിപ്പോയി. അവനെ കൂട്ടിലാണല്ലോ, കൂട് തുറന്നാൽ അവൻ ഇവിടെ എത്തിപ്പോവും. ഈ വരില്ലല്ലേ? ആ എന്നാ അവിടെ കിടന്നോ. അങ്ങനെ നമ്മളെ പെണ്ണുങ്ങൾ അരിയൊക്കെ എടുത്തോണ്ടോന്ന് ഇതട്ടാ കഴുകണത് കാണുന്നില്ലല്ലോ. ഇനി കഴുകുന്നത് അരിയൊക്കെ കഴുകിയിട്ട് ഇതാ അരിയൊക്കെ അതിലേക്ക് ഇടാൻ പോകും. പറയും അരി ഇടുമ്പോൾ ഇങ്ങനെ ആക്കണം എന്ന്. 2 കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇടുന്നത് നല്ലതാണെന്ന് പറയും. പക്ഷെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? പക്ഷെ അതെന്താന്ന് അറിയില്ല കേട്ടോ സത്യത്തിൽ. അത് ഞാൻ അങ്ങനെ നാളൊരു വീഡിയോസിൽ ഇതേപോലെ കണ്ടതാട്ടോ. അങ്ങനെ ഇടുന്നത് നല്ലതാണെന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാട്ടോ. സത്യമായിട്ടും അതൊക്കെ നല്ലത് തന്നെയാണ് അല്ലേ? നമുക്ക് പിന്നീടും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവാനൊക്കെ സംഭവം സെറ്റല്ലേ? ഇതെന്തൊന്നും ഉണ്ടാക്കി പറയേ. വീഡിയോക്കാരനാക്കിയോ? നിങ്ങൾ ക്യാമറമാനാണ്, അപ്പൊ നിങ്ങള് വിവരങ്ങൾ പറയണം. പറയേ, എന്താ അങ്ങനെ പറയേ. എനിക്ക് പണ്ടുള്ള ആചാരങ്ങളൊന്നും അറിയില്ല. പണ്ട് നിങ്ങൾ എത്രയോ പണ്ട് ഇനിങ്ങാട്ടും വയസ്സില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങള് കുറച്ച് പണ്ടുള്ളല്ലേ? പറയേ. എന്റെ പകുതി വയസ്സുണ്ട്. പകുതി വയസ്സാ? അയ്യേ, ഇതിന്റെ മൊത്തല്ലേ എന്നെ പറ്റിച്ചല്ലേ നീ വയസ്സ് പറഞ്ഞിട്ട്. വെറുതെ അങ്ങനെ നമ്മൾ അരിയിട്ട് കഴിഞ്ഞു. ചേട്ടനോട് ക്യാമറാമാൻ ആവാൻ വേണ്ടി പറഞ്ഞത് വല്ലാത്തൊരു വിപത്തായിട്ടോ സത്യം പറയുന്നത്. എന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വീഡിയോ എടുക്കാനൊരു ആഗ്രഹം, അങ്ങനെ എടുത്തതാ. പക്ഷെ എല്ലാം കുളമായിന്നാ തോന്നുന്നു. ഇനി നമുക്ക് ഉപ്പേരിക്കും കൂടി ഒന്ന് അരിയണം. മീൻ എപ്പോഴാണ് കിട്ടുക? ഇപ്പൊ കിട്ടും. അല്ല കാര്യം മീൻകറി 3 മണിയാകുമ്പോഴേക്ക് വരില്ലേ? അല്ല ഈ അടുപ്പിലെ തീ കാണുന്നതിന്റെ മുന്നേ കാര്യമായിട്ട് എന്താ പറയുക, ഗ്യാസ് ഇല്ല. അതുകൊണ്ട് അടുപ്പിലെ തീ പോണതിന്റെ മുന്നേ കറി ചോറ് ഒക്കെ റെഡിയാണ്. അപ്പൊ നമ്മളെ തീയൊക്കെ സെറ്റായി എത്തുന്നുണ്ട്. 2 ചേരിപ്പൊളി വെച്ച് കൊടുത്താൽ സൂപ്പറാവും അല്ലേ? അപ്പം ഞാൻ ചേരിപ്പൊളി എടുത്തിട്ട് വരാം കേട്ടോ. ആ ഗേസ്, അപ്പോൾ ഇതാ നമ്മളെ ഭാര്യ ഇതാ വിറക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. സഹോദരത്തി വിറക് ഉണ്ടാക്കണ്ടല്ലോ അവിടെ. സഹോദരത്തിനെതിരെ പിടിക്കുന്നില്ല, നമ്മള് പെരുമ്പെട്ട് വെട്ടണതാ. നല്ല ഉണങ്ങിയോണ്ട് ഭയങ്കരമായിട്ട് ഉണങ്ങിയോണ്ട് എന്താ കൊത്താൻ ഭയങ്കര റിസ്ക്കാ. പച്ചയാണെങ്കിലേ പെട്ടെന്ന് ഉണ്ട് കൊത്തി റെഡി ആവുള്ളൂ. അയ്യോ അല്ലേ, ഉണങ്ങിയതല്ലേ ചേട്ടാ കൊത്താൻ ഭയങ്കര റിസ്ക്. കഴിച്ച് പറ്റിക്കണ്ട കേട്ടോ കൊടാള്. ഓരോന്നോരോന്നായിട്ട് എന്താ പറയുക, ഇത് എന്നാലേ ചോറിന് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നായിട്ട് വെച്ചിട്ടാ. ഇത് അമ്മ നാൾ കമ്പനി കൊണ്ടുപോയതാ കൊടാത്തി. നല്ല മൂർച്ചം കൂട്ടി കൊണ്ടുവന്നേനി. പക്ഷെ അതിൻ്റെ ഇവിടെ ഒക്കെ പൊട്ടിപ്പോയി. കല്ലുമ്മലേറ്റ കൊത്തീനും തോന്നുന്നുണ്ട്.
ഓക്കെ ഇറക്കി നോക്കി ഒരു മടൽ കൊത്തിയിട്ട് അത്രയ്ക്കുണ്ട് എനർജി. നമ്മളവരെ എന്താണ് വിറകില്ലേ, മറ്റേ കൊള്ളി വിറക്, കൊള്ളി വിറക് പോലെ ഉള്ളത്. അയ്യോ നല്ല ഇടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അടുപ്പിൽ വിറകൊക്കെ വെട്ടി വെച്ച് വെക്കണം കേട്ടോ. വിറക് കഴിച്ചു കൊടുക്കണം, എല്ലാവരും കാണുന്നതാണ്, നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടല്ലോ അല്ലേ. സെറ്റ്. ഇനി ഇത് നല്ലോണം തിളച്ചാൽ വെന്ത് റെഡി ആയിക്കോളൂ. ഞാൻ അപ്പേക്ക് ഉപ്പേരിക്കൊന്ന് അരിഞ്ഞെടുക്കട്ടെ. നിങ്ങൾ വേഗം പോയി ചോറിനിട്ട് വരി. ചോറ് വെക്കുമ്പോൾ എങ്ങനെയാണ് ചോറ് തിന്നുക? ചോറുണ്ടല്ലോ അവിടെ. അത് രാവിലെ വെച്ച ചോറാണ് കേട്ടോ. ചോറാ ഇത് രാത്രിത്തെ ഫുഡാട്ടോ ഉണ്ടാക്കണതോള്. ഇത് ആയിട്ട് എനിക്ക് തിന്നാൻ മതി. അടുത്ത വിറക് വെട്ടലാട്ടോ അവിടെ. എന്നെ കുറ്റം പറഞ്ഞ് ചുള്ളിക്കമ്പുകൾ ഉണ്ട് കുറേ. നമ്മുടെ വീടിൻ്റെ അടുത്ത് മരം മുറിച്ചപ്പോഴേ കുറച്ച് ചുള്ളിക്കമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം എന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. പക്ഷെ ഒരു കൈവേദന കാരണം ഇതിലേക്കൊന്നും തൊടാൻ വയ്യ. അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞ് ഞാൻ കുറച്ച് സെറ്റാക്കി തരാമെന്ന്. അങ്ങനെ മൂപ്പര് സെറ്റാക്കി കൊണ്ട് വെക്കുന്നു. ആ തൊടിയിലേക്കുള്ള 2 കമ്പളതാട്ടോ ആ സൈഡ് കാണണേ. നിങ്ങളിത് സെറ്റാക്കിട്ടോ. ഞാൻ വേഗം ചോറൊക്കെ ഒന്ന് ഊറ്റട്ടെ. ഉപ്പേരി ഉണ്ടാക്കാണ്ട്. എൻ്റെ ചേട്ടാ കൊത്തി ഉണ്ടാക്കട്ടെ, ഞാൻ പോയി എൻ്റെ പണി നോക്കട്ടെ. നല്ല മഴയൊക്കെ വരുന്നുണ്ട്. വേഗം സെറ്റാക്കിയിട്ട് ഫുള്ളൊരു സൈഡിൽ വെക്കണം കേട്ടോ. അനുസരണമുള്ള കുട്ടിയാണോ കേട്ടോ. കേട്ടല്ലോ. ഇങ്ങോട്ടാക്കി വൈകുന്നേരം ആകുമ്പോൾ കൂലി തരും. എത്ര റുപ്യ വേണം? എത്ര ഒരു 500 മതിയോ? പറയണം. പണിക്കാരൻ പറയണം കൂലിയൊക്കെ അല്ലേ. പറയേ. 1000 ഒന്നുമില്ല, ഒരു 100 റുപ്യ വെക്കാം. എന്തായാലും വേഗം നോക്കിട്ടാ. ഞാനേ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. മീനിന് പോയില്ല? എപ്പോഴാ പോണേ? എല്ലാവരും ഇപ്പം നിങ്ങൾ ഷർട്ട് ഇടാതെ കണ്ടില്ലേ? ഷർട്ട് ഇടാതെ വീഡിയോയ്ക്ക് നിൽക്കണണ്ടില്ലേ? ഓ ഭയങ്കര പണിയല്ലേ. 2 വിറകൊത്തുന്നത് ഭയങ്കര പണിയാ. മടിയൻ. ചോറ് വെന്തോ നോക്കണം. ചോറ് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഊറ്റിയെടുക്കണം. നല്ലോണം വെന്ത് വരുന്നുണ്ട്. വേഗം ഊറ്റിയെടുത്തിട്ടില്ലെങ്കിൽ റേഷൻ പീടികയിലെ അരിയാണ്, കേട് വന്നു പോയി ചോറ്. അപ്പോൾ ഈ ഒരു വേവിൽ ഊറ്റിയെടുക്കല്ലേ നല്ലതല്ലേ. ഞാൻ വേഗം ഒന്ന് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. ഉപ്പേരിക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടോ. കർമൂസ നമ്മൾ നേരത്തെ മുറിച്ച കർമൂസ ഞാൻ അതിൽ വെച്ചിട്ട് ഒരതണയിൽ വെച്ചിട്ട് അങ്ങനെ ഒരതി എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വലിയ കഷ്ണമാക്കി തന്നെ ഒരതി എടുത്തതേ. ചെറിയ കുഞ്ഞ് പീസാക്കിയില്ല, ഇങ്ങനെ തന്നെ ഒരതി എടുത്ത്. അപ്പം ഇനി വേഗം അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം. തീ ഒന്ന് കെടുമ്പേക്ക് ചോറ് ഊറ്റാനുള്ള പാത്രമാണ് ഞാനിപ്പോൾ ഈ തിരഞ്ഞെടുക്കുന്നതൊക്കെ. ആദ്യമൊന്ന് കഴുകിയെടുക്കാം. നമ്മളെ ചോറ് ഊറ്റുന്ന പാത്രം കേട്ടത്. ചൂടായല്ലോ ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ അടി ഇങ്ങനെ ആയതാട്ടോ. വൈകുന്നേരം ആവണ വരെ ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചതാട്ടോ. കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വൈകുന്നേരത്തിന് ശേഷം പണി തുടങ്ങാൻ വിചാരിച്ചതാണ്. പക്ഷെ ഇന്ന് എന്തോ വേഗം ചോറൊക്കെ വെച്ചാലോ, എന്നാൽ കുറച്ച് നേരം ഫ്രീ ആവാലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഈ പണിക്ക് നിന്നത്. സത്യം പറയാച്ചാൽ നോക്കിയപ്പോഴോ കുറേ ദിവസമായി ഗ്യാസ് തീർന്നിട്ട്. അപ്പോൾ നമുക്ക് അടുപ്പത്തുള്ള പണിയാണ്. കുഴപ്പമില്ല കേട്ടോ. വിറകുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പണിയൊക്കെ സിമ്പിളാണ്. ഗ്യാസ് വേണമെന്നൊന്നുമില്ല. പണ്ടുള്ള ആൾക്കാരൊക്കെ ഗ്യാസ് ഉണ്ടായിട്ടാണോ അല്ലേ ജീവിച്ചത്? അതുപോലെ തന്നെ നമ്മളും അങ്ങോട്ട് ജീവിക്കണം. എല്ലാ ചുറ്റുപാടിലും നിന്ന് നമ്മൾ പരിചയിക്കണം. എനിക്കിതൊന്നും വിഷയമല്ല കേട്ടോ. പക്ഷേ ഗ്യാസ് ഉണ്ടെങ്കിൽ രാവിലെ അതൊരു ആശ്വാസമാണ്. അത് മാത്രമേ ഉള്ളൂ. ചോറിൻ്റെ പാത്രം ഇനി ഇങ്ങോട്ട് എടുത്ത് ചെയ്യും. ഇതിൻ്റെ അടി ഇങ്ങോട്ട് പൊന്തി പോവും. അതാണ്, സ്റ്റീലല്ലേ. കുറച്ച് നേരം ചൂടായിട്ട് പിന്നെ ഒന്ന് മാറ്റി വെക്കണം നമ്മൾ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം. വേഗം ഉപ്പേരി ഉണ്ടാക്കാമല്ലോ ഈ ചൂടിൽ തന്നെ വിചാരിച്ച്. ചീനച്ചട്ടിയൊക്കെ നല്ല ഉഷാറായിട്ട് ചൂടായിന്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഉപ്പേരി ഉണ്ടാക്കണ പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. പക്ഷെ നമ്മളെ വീട്ടിലെ ഒരു കാര്യങ്ങളങ്ങനെ കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
കടുക് പൊട്ടട്ടെ. ആ ആ വരാ പൊട്ടൽ കഴിഞ്ഞു. കടുക് പൊട്ടൽ. നല്ല അടിപൊളി ഒരു മത്തിയും കൂടി കിട്ടിയ മത്തിക്കറിയും ഈ കറമൂസപ്പേരിയും ഒരു ടേസ്റ്റാട്ടോ. വൈകുന്നേരം മത്തി കിട്ടുമോ നോക്കാൻ പറഞ്ഞു. മീൻകാരൻ്റെ അടുത്ത് പോയിട്ട് കറമൂസപ്പേരി അറിയണേ എൻ്റെ അമ്മക്ക് ഭയങ്കര ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചി തന്നപ്പോൾ അങ്ങോട്ട് വാങ്ങി കൊണ്ടുവന്നാന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പണിയെടുക്കുന്ന വീട്ടിൽ തന്നെ കൊണ്ടുവന്നതാണ്. നമുക്ക് അതൊന്നും പറയാനൊരു മടിയില്ലാന്ന്. എന്തിനും മടിക്കണല്ലേ, നമുക്ക് ദൈവം ഒരു എന്താ പറയുക, ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ എന്തൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടിയ കർമ്മൂസാന്നൊന്നും പറയാൻ യാതൊരു മടിയില്ല. പക്ഷെ ഉപ്പിട്ട് കൊടുക്കണ്ടേ, ഉപ്പിട്ട് കൊടുത്തില്ല ഇപ്പം അത് ഉപ്പേരിയാവില്ലല്ലോ, അല്ലെങ്കിൽ ഇതിൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവുമല്ലേ ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ. അത്യാവശ്യത്തിന് ഉപ്പ് കൊടുത്തു. ചീനച്ചട്ടി ആണെങ്കിൽ പിടിക്കാതെ ഇളക്കണോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറയുന്നുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കി വെച്ച് കൊടുക്കണം. ഇതിൽ വെള്ളം ചേർക്കണ്ടെന്ന് വിചാരിക്കുക കേട്ടോ, കാരണം അത് പെട്ടെന്ന് വേവും. അപ്പോൾ ഈ ആവി തന്നെ മതിയാവും തോന്നുന്നുണ്ട്. എന്നാലും ലേശം ചൂടുവെള്ളം കുടഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് മൂടിച്ച് കൊടുക്കട്ടെ അല്ലേ, ആവിയിൽ വേവോ നോക്കാം. അല്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാമല്ലോ. ചോറ് ഊറ്റുന്ന പരിപാടി കഴിഞ്ഞില്ല കേട്ടോ, ചോറ് ഊറ്റിയോണ്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ കറി വെക്കലൊക്കെ വൈകുന്നേരം കൊണ്ടുവരണം. മീൻകാരൻ വരാൻ 3 മണി 4 മണിയൊക്കെ ആവും. അപ്പോഴേക്കും ചേട്ടൻ പോയി വാങ്ങി വരുമ്പോഴേക്ക് ഇപ്പണി അങ്ങോട്ട് കഴിച്ചേക്കാലോ എന്ന് വിചാരിച്ചതാണ്. അപ്പം ചേട്ടൻ കുറേ നേരം വിളിക്കണേ, ജാമ്പൊക്കെ പഴുത്തുന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ, നിങ്ങൾക്കും കാണാമല്ലോ. പഴുത്തുന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര പഴുത്താണ്. കൂട്ടുകാരെ നമ്മളെ ജാമ്പക്ക മരം കണ്ട നിങ്ങൾ, ആദ്യമായിട്ട് ജാമ്പക്ക ഉണ്ടായതാട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, ഇരുന്ന് വീഡിയോ എടുക്കാം കേട്ടോ. അടിയിലാണ് ഒരുപാടുള്ളത്, നല്ല രസമല്ലേ കാണാനായിട്ട്, സംഭവം സെറ്റില്ലേ. ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾക്ക് ഈ ജാമ്പക്ക, നല്ല ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഭയങ്കര ആഗ്രഹമാണ്. അയ്യോ വീട്ടിലൊരു ജാമ്പക്ക മരം ഉണ്ടെങ്കിലൊന്ന് ഇങ്ങനെ ഉണ്ടായാൽ പഴുത്ത് തിന്നേനിന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് വീട്ടിൽ അമ്മ ഒരു ജാമ്പക്ക മരം കുഴിച്ചിട്ടതും അത് നിറയെ കായ ഉണ്ടായതും കണ്ടോ. ഷാറായിട്ട് കേട്ടോ, മരത്തിൻ്റെ എവിടേക്കൊക്കെയാണ് ഉണ്ടായത്, ഇതാണ്ടോ കാണണ്ടോ, കാണണ്ടല്ലേ. ഇരുന്ന് പറിച്ചിട്ട് നമ്മൾ നോക്കി പറിച്ച് തിന്നണം, അങ്ങനെയാണ് ഇതുണ്ടായത്. അടിപൊളി. പറിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, പറിച്ചങ്ങനെ തിന്നണത്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അധികം നന്ദുവിനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഞങ്ങളെ വീട്ടിലും ജാമ്പൊക്കെ ഉണ്ടായേ, എന്തൊരു സന്തോഷമാണ്. നമ്മളെ വീട്ടിലൊരു തിന്നാൻ പറ്റിയൊരു ഫലങ്ങളൊക്കെ ഉണ്ടാവുക പറയണേ, ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം പറിക്കട്ടെ, ഞാനും ഒരു 2 എണ്ണം ഇത് പറിച്ചാലോ എന്ന് വിചാരിക്കാം. അയ്യോ വികാൻ പോയി. അത് കുഴപ്പമില്ല, ഈ ഒരു കൊല പറിക്കാട്ടാ. ഓക്കെ സെറ്റ്. വേണ്ട ഒരു മടിയനിതാ ഇവിടെ ഇരുന്ന് തിന്നണ് ജാമ്പക്ക. ഞാനും പറിച്ച് എൻ്റെ ചോറും കറി എന്തായി നോക്കട്ടെ. സംഭവം കഴുകിയൊക്കെ എടുത്തിട്ടോ, രസമുണ്ടോ നോക്കണം. മധുരം ഉണ്ട് ഇനിയെ, പക്ഷെ മഴ പെയ്തപ്പം ഒരു മധുരം കുറവുണ്ട് ഇതിന്, എന്താ അറിയില്ല. ലേശൊരു പുളിയൊക്കെ വന്നു. നമ്മളപ്പേരി എന്തായി നോക്കട്ടെ. സെറ്റായിരുന്നു കേട്ടോ, വെന്ത് ഒത്തിരി നേരം മതി ഇത് വേവാൻ, കാരണം നല്ലോണം നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് കുറച്ച് നേരം മതി. അപ്പം അത് വെന്ത് കേട്ടോ. ഇനി അത് ഇറക്കി വെക്കണം, അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികൾ. ഓഹ് ഭയങ്കര സൗണ്ടായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. കാരണം ഇനിയിപ്പം വൈകുന്നേരം മീൻ കിട്ടുള്ളൂ, അത് കിട്ടിയാലേ ഇനിയിപ്പോൾ കറി വെക്കലും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ കേട്ടോ, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.